ആണോ ഇതൊരു കാലി ആണോ നിനക്ക് ആ അപ്പോൾ എത്രയാണ് ഇത് ഒരെണ്ണം? ഇത് പിന്നെ 40, ഇത് 40, ഇത് 24. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നില്ല കൊല അതിൻ്റെ പൈസ കുറച്ചാൽ മതി. ശരി. അങ്ങളോട് പറ്റുണ്ടോ? ഓ എന്ത് നേരത്തെ പറയണ്ട അങ്ങളെ. എന്തിന്? അതെ ചേട്ടോ 2 ബ്രെഡ് 2 രൂപ. പിന്നെ ഇതൊരു പാക്കറ്റ്. അതെ അതെ മോളെ, പറ്റി വയ്ക്കണേ കൊള്ളാം, കറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആൻ്റെ കടയാണ്. അതിന് ഞാൻ എൻ്റെ പേരിലല്ലല്ലോ പറ്റി വെക്കുന്നത്, അങ്കിളിന്റെ പേരില. അപ്പൊ ഇതിനൊക്കെ പൈസ ഞാൻ കൊടുക്കണോ? എന്തോന്ന് മോളെ ഇത്? ഒന്നാമതേ ഞാൻ ഒരു പ്രാരാബ്ധക്കാരനാണ് കേട്ടാ. പൊന്നെ അങ്കിളെ, തൽക്കാലം അങ്കിള് കൊടുക്ക്, എന്നെ ശമ്പളം കിട്ടട്ടെ, ഞാൻ തരാം. തരണം, പറ്റിക്കരുത്. സഞ്ചിയൊക്കെ എടുത്തെടുത്ത്. അപ്പോൾ ഓക്കെ പോട്ടാ. അത് ഒരു കൊല വിളഞ്ഞു പോട്ട് ഞാൻ കൊണ്ടുവരാം. ശരി. നല്ലൊരു ചായ ആയിരുന്നു കേട്ടാ. ഞാനാ എവിടെ പോയേ? സാധനം വാങ്ങാൻ വേണ്ടി വന്നാ? ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നു. എടാ ഞാനെന്ന് പറഞ്ഞ കാര്യം എന്തായി? വല്ല നടക്കുവോ? ഓ അത് ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. അതെ മോളെ, യവനുമായിട്ട് അധികം ബന്ധമൊന്നും വേണ്ട കേട്ടാ. നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ചെറുക്കനൊന്നും അല്ല. മനുഷ്യ നമ്മുടെ പിന്നെ ആരാ മനുഷ്യൻ? നിങ്ങൾ വലിയ മനുഷ്യനല്ലേ? വളച്ചിലെടുക്കല്ലേ കേട്ടോ എൻ്റെ അടുത്ത്. മര്യാദക്ക് ബഹുമാനത്തോടെ സംസാരിടാ. കുമ്പിടാം. ഞാൻ പറഞ്ഞില്ലേ, മഹാപന്ന കഴിവേർ ചെറുക്കനാണ് അവൻ. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾക്ക് എന്തിന്റെ കേടാണെന്ന് നിനക്ക് എന്തരടാ? എന്ത് നീ വഴി നടന്നൂടെ? എടാ നീ എവിടെ പോയാലും കാണുമല്ലോടാ. എന്റെ മാവന്റെ കടയാണ്, അതിന്റെ ഫ്രണ്ട് വന്നിട്ട് ചെലക്കണ നിങ്ങള്. എന്തോന്നടേ? എന്ത് നിനക്ക് എല്ലാവരും ബന്ധുക്കൾ തന്നെടേ. ഇവിടെ നോക്കിയാ മാമ, അവിടെ അന്ന് കുഞ്ഞമ്മ, അപ്പുറത്ത് കൊച്ചിച്ചായി. എനിക്ക് ഇവിടെ കേരളം മൊത്തം ആൾക്കാരുണ്ട്, എല്ലായിടത്തും എന്റെ ബന്ധുക്കളാണ്. നിങ്ങൾക്ക് എന്ത് കുഴപ്പം? എന്ത് കേട്ടാ? വഴക്കുണ്ടാക്കല്ലടാ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ട്രേഡ് സീക്രട്സ് സംസാരിക്കുമ്പോ ഇതുപോലത്തെ മൊണ്ണാളെ കൊണ്ടുവരരുത് ദേവിയത്. ദൈവമേ, കുറച്ച് സമാധാനം തരണേ. മലയ്ക്കോ മാലയിട്ടിക്കണം, മലയ്ക്ക് മാല ഇട്ടിക്കണ സ്വാമി സംസാരിക്കണ സംസാരമാണ്. പാവ യവനാ. ഒന്ന് പോ സ്വാമി, ഒന്ന് പോ സ്വാമി. ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ ആദ്യം പോവാൻ നോക്ക്. ഇങ്ങോട്ട് നോക്ക്, നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയണത് കേട്ടാ. ഇവനെ കൊള്ളവനോട് കൂട്ടുകൂടല്ലേ അണ്ണാ. എന്താ ഇവനെ നമ്മുടെ കടയിൽ കൊണ്ട് കേട്ടല്ലേ, സാധനങ്ങൾ വാങ്ങാൻ വരാൻ തിരിച്ചു പോകും കേട്ടാ. നിങ്ങൾ നശിച്ചു പോകും. പോ മാമ, ഇങ്ങനെ പറയണ ഒന്നും കേക്കണ്ട. കൗതുകത്തിനുണ്ടെങ്കിലും ഒരു തുള്ളി വെക്കാറ്. എന്റെ കൗതുകത്തിന് ഞാൻ തരുന്ന തുള്ളി വയ്ക്കുന്നത് എന്തിനാണ് അടിക്കുന്നത്? ഒന്ന് പോടെ, ഒന്ന് സമാധാനം താടെ. അല്ലെങ്കിൽ ഒരു നൻപനാണ് നീ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് അടിക്കണമ്പോ എന്നെ കൂടെ ഒരു വിളി വിളിച്ചോട്ടെ നിനക്ക്. ഞാൻ പറഞ്ഞു വരൂല്ലേ? എന്തായിരുന്നു എനിക്കൊരു കുപ്പി എടുത്തടിച്ചു. ഒന്നും പറയല്ലേ, ഒന്ന് പോടെ. ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, സമാധാനം താടേ. ഒറ്റയ്ക്ക് ഇരിക്കണം എന്തിനും? എടാ എനിക്ക് നിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ കാണും. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വിഷമോ? ആ, നീ നിന്റെ അമ്മയടുത്ത് എന്താണ് പറഞ്ഞത്? എവിടെ പോകണമെന്ന് പറഞ്ഞു? എന്നെ കാണാൻ വരുന്ന പറഞ്ഞില്ലേ നീ ഇറങ്ങിയ വീട്ടിൽ നിന്ന്? അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഒന്നും വെച്ച് നിന്നെ കാണാൻ പറഞ്ഞു ഞാൻ. അപ്പൊ എന്താ കാര്യമായിട്ടുണ്ട്? പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞാലേ അറിയാൻ പറ്റും. എൻ്റെ പൊന്നളെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ട്. പറയാൻ പ്രയാസമാണ് എനിക്ക് പ്രയാസമാണ്. പറയണ പ്രയാസമാണെങ്കിൽ ഇപ്പൊ പറയണ. നീ ഒരു വോയിസ് ഇടും, ഞാൻ കേട്ടോളാം. മൊബൈലോ നീ എന്തുവാടേ ഇത്? എന്ത് എടേ, പ്രായമൊക്കെ ആയി വരെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കൂട്ട് വേണം. എന്തിന്? എന്താന്ന് വെച്ചാൽ എനിക്ക് സങ്കടമൊക്കെ പറയാൻ വേണ്ടി ഒരു കൂട്ട് വേണമെന്ന്. സങ്കടം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കില്ല. നീ പറയണേ, ഞാൻ കേട്ടോളാം. പറ. എടാ അങ്ങനത്തെ കൂട്ടല്ല, എന്നാ ഒരു കുടുംബം, ഭാര്യ, അങ്ങനെയൊക്കെ ഉള്ളത് വേണോ ഒളിയ? ഭാര്യ വേണം. ഭാര്യ ചാരു. ചാരുവോ? അല്ല, ചാരുവിന്റെ കൂട്ടുകാരി അവന്തി. മനസ്സിലായി. ഇന്നലെ പെണ്ണാൻ പോയാലും നടക്കാത്ത തന്നെ ഉള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലേ? സെറ്റാക്കാൻ നീ സമാനപ്പെടും. നീ അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്തായാലും ഞാൻ സെറ്റാക്കി ഞാനും കൂടി സഹായിച്ചു തരാം. എടാ എന്റെ പൊന്നളി അതൊന്നും നടക്കൂല. നീ ചുമ്മാ എരിയടേ. എന്റെ എന്തൊക്കെ പ്രതീക്ഷ, എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു നിനക്കറിയാമോ? എന്തോന്ന് ആഗ്രഹം? നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ തരണം. എന്റെ അടുത്ത് പറയണത് നീ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റും. നീ ഒന്ന് പറയടേ. നീ ഒന്നും എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ അങ്ങനെ അറിയണതൊക്കെ. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കുപ്പി ശല്യം. എടാ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ. അതെവിടെ? എവിടെ? എടാ അങ്ങ് പാരീസിൽ ഹണിമൂണ്. ഓ, മൂന്നാർ വല്ല പോർക്കാം. ഞാൻ അവിടെ കോട്ടയം എടുത്തുതരാം നിനക്ക്.
എടാ നീ ഇവിടെ മൂന്നാറും പിടിച്ചോണ്ടിരും, ഞാൻ പറയണം പാരീസിൽ ഹണിമൂൺ. അത് പോകാനുള്ളതിന് കാരണമുണ്ട്. എടാ ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയി, ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ബിസിനസ്സൊക്കെ നടത്തി എൻ്റെ ആവശ്യത്തിലധികം ഇപ്പോൾ പൈസ ഉണ്ടാ അങ്ങനെ അല്ല, ബിസിനസ്സൊക്കെ നടത്തിയല്ലേ ആവശ്യത്തിലധികം പൈസ വരുമല്ലോ. ഇപ്പം ഇല്ല, നീ നോക്കട്ടെ. അപ്പൊ ഉണ്ട് അത് വീട്. ഇപ്പം ഇല്ലെന്നല്ല, ഞാൻ ഒന്ന് പറയട്ടെ, അത് ഫ്ലോ പോവും. ആ ശരി, ആവശ്യത്തില്ല നീ പൈസ കിട്ടിയ ഹണിമൂണിൽ ഈഫിൽ ടവറിൻ്റെ താഴെ കൂടെ ഞാൻ അവളെ കയ്യും പിടിച്ച് രാത്രി ഇങ്ങനെ നടക്കും. അവളെൻ്റെ തോളിലോട്ട് ഇങ്ങനെ ചാരിക്കുക. ടവറിന്റെ അടി കൂടെ നടന്നാൽ മതിയാ. മൂന്നാർ ഇഷ്ടം പോലെ ടവർ ഉണ്ട്, റേഞ്ച് പിടിച്ചടക്കും, ഒരു പ്രശ്നമില്ല. എടാ ഇതല്ലേ നിന്റെ ഞാൻ ആദ്യം പറഞ്ഞു, നീ എനിക്ക് പോടേന്ന്. ഞാൻ പറയണ ടവർ പോരാ നീ. എനിക്ക് ഈഫിൽ ടവറിൻ്റെ അടി കൂടെ തന്നെ നടക്കണം. എന്നാ ശരി, ഈഫൽ ടവറിന്റെ അടി കൂടെ നടാ. പറ. ഈഫിൽ ടവറിൻ്റെ അടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളെ തല ഇങ്ങനെ എൻ്റെ തോളിൽ ചാരി, ഈ കയ്യിലൊരു പട്ടി, എന്നിട്ട് നമ്മളങ്ങനെ അങ്ങ് നടക്കും. മഞ്ഞുതുള്ളി ഇങ്ങനെ വീണോണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ എന്ത് രസമായിരിക്കും. പിന്നെ അല്ലേ, ഭയങ്കര രസമായിരിക്കും. അതാണ്. എടാ എന്നിട്ട് അവിടെ എനിക്കൊരു ബിസിനസ്. എവിടെ? ഈഫൽ ടവറിന്റെ അടി. നീ ഈഫിൽ ടവറിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് വാ. ഈഫൽ ടവർ ഉള്ള സ്ഥലത്ത് ബിസിനസ്. ഫ്രാൻസിലൊരു ബിസിനസ്. അതിനുള്ള ഈഫൽ ടവർ ഉള്ളത് ഫ്രാൻസിലല്ല. അടിച്ചു കൊന്നുകളഞ്ഞായി. ഞാൻ എവിടെയെങ്കിലും ബിസിനസ്. അവിടെ ഒരു ബിസിനസ് നടത്തി, അവിടെ ഒരു കമ്പനി. രണ്ടാമത് അവിടെ നിന്ന് കമ്പനി ഡെവലപ്പ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിലോട്ട്, അവിടെ നിന്ന് ന്യൂസിലാൻഡിലോട്ട്, അവിടെ നിന്ന് ഓസ്ട്രേലിയയിലോട്ട്. അങ്ങനെ ഞാനും എൻ്റെ എന്തോന്ന് പറയാം, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് വളർന്ന് 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 പല രാജ്യത്തുങ്ങളാവും, ബിസിനസ്സാവും. ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരുമായിട്ട് അവിടെ അങ്ങോട്ട് താമസമൊക്കെ ആയി. എടാ എനിക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരാം. അതൊക്കെയാണ് ഇവിടെ ഒറ്റ ഇതുകൊണ്ട് അങ്ങ് നിർത്തിയത്. എടാ ഈ കാര്യം നടക്കൂലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം എന്ത്? അതിന് കാരണം നീ തന്നെ. നിന്നെ കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ തരാതെ. എടാ അവളെ പറഞ്ഞെന്തരെന്നറിയാമോ? എന്ത്? എനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന്. എടാ വേറൊരു സ്ത്രീയായിട്ട്. അത്തരക്കാരൻ നെഹി ഹേ. നെഹി ഹേ? ഹേ ആ സ്ത്രീ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പരസ്ത്രീയായിട്ട് ബന്ധമുണ്ടാക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ നിന്നെ പ്രേമിക്കണോ? ആ സ്ത്രീ ആരും അറിയാമോ? അത് താനാണ്. ഞാന് എടാ താൻ അവിടെ പെൺവേഷം കിട്ടി കയറിയില്ലേ? അന്ന് തനിക്കൊരു സാമാനം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ താൻ എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ചില്ലേ? അത് അവളെ കണ്ടിട്ട് പറയണത് എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല. എന്ത് പറയാൻ പറ്റൂല. അത് ഞാൻ പോയി പറയാം. അത് പറയാൻ പറ്റൂല. പോയി വീട്. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് അവന്തി സെറ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. കല്യാണം കഴിക്കണം. എടാ കല്യാണം കഴിപ്പിക്കും, ഞാൻ കഴിപ്പിച്ചു തരും. നൻപണ്ട, ഞാൻ കഴിപ്പിച്ചു തരും നിനക്ക്. എന്തോന്ന് വർത്തനാണ് നീ പറയണ? എടേ ചാരുവിനെ സെറ്റാക്കാൻ വേണ്ടി അവന്തി വഴി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒന്നും നടന്നില്ല. നീ ഭയങ്കര നമ്പെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കുന്തം നടന്നില്ല. പക്ഷേ അവന്തിയെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ചാരുവിന്റെ വഴി നീങ്ങാൻ പോകും. ചാരുവിന്റെ അടുത്ത് കാര്യം പറയും, അവന്തി നമ്മൾ സെറ്റാക്കും. നടക്കുമല്ലോ? നടക്കും, നടത്തിയിരിക്കും. ഇത് നടത്താൻ വേണ്ടി ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ഓടാനേ. നീ വാട എം ഡി എന്തായിരുന്നു നിന്റെ കല്യാണം തന്നെ? നീ പോയിട്ടാ മൊണ്ണ പോയി വണ്ടി വാടക. എന്ത് ചെയ്താ പറ്റും? എടി മോളെ, എന്താ എടി മോളെ, ആരടി നമ്മളെ ഈ മുടിയൊക്കെ ചീകിട്ടെ ഈ ജനൽ വഴി എടുത്ത് പുറത്തേക്ക് എറിയുന്നേ? ജനല് വഴിട്ടോ? എനിക്കറിഞ്ഞൂടാ അമ്മാവ, എന്ത് പറ്റി? അതെ, അപ്പുറത്ത് അമ്മൂമ്മയില്ലേ, ആ അമ്മൂമ്മ പറയാണ് ഇവിടെ നിന്ന് ആരോ മുടിയെടുത്ത് വെളിയിലോട്ട് എറിയുന്നുണ്ട് ജനൽ വഴി. അത് പറന്നു വന്ന് അവരുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വീണെന്ന്. ചേടാ, അതിപ്പോ ഇവിടുത്തെ പിള്ളേരുടെ മുടി തന്നെയാണ്, അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? വേറെ അപ്പുറത്തോ ഇപ്പുറത്തോ വീട്ടിൽ നിന്ന് അങ്ങനെ വന്നതായിരിക്കും. നീ എന്തോന്ന് മോളെ ഈ പറയുന്നത്? ഇവിടെ അടുത്തിട്ട് വേറെ വീടുണ്ട്, ഈ വീടല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മാവ ചിലപ്പോഴേ കാറ്റ് തങ്ങളെ പറന്നു വന്നതായിരിക്കും. അല്ല പിന്നെ എന്റെ കയ്യൊന്ന് കാണിക്കും. കഴിക്കാൻ തെറ്റി അമ്മാവ? കാണിക്കടി. അതല്ല, മറ്റേ കൈ കാണിക്കേ. ഈ കയ്യാ? എന്തിന് മോളെ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണയൊക്കെ പറയണത്? പറയുന്നത് അമ്മാവ ചീപ്പ് തന്നെ ഇരിക്കുന്ന പറഞ്ഞിട്ടെ മുടി ചീവി ജനലിന് വഴി പുറത്തിട്ട് ഞാനൊന്നും അല്ല. പിന്നെ ആര്? അപ്പൊ എനിക്കറിഞ്ഞൂടാ, എന്റെ മുടി അങ്ങനെ കൊഴിയാറുന്നില്ല. അതെ നോക്ക്, നല്ല ഇതുപോലെ സ്ട്രോങ്. ആളെ മനസ്സിലായി. ശരി അമ്മാവ, ഞാനല്ല. അമ്മാവന് തലയനുസരിച്ച് ഞാനല്ലെന്ന്. പിന്നെ ആര്? ഇവിടെ മറ്റേ എന്റെ റൂമിൽ കിടക്കുന്ന മറ്റേ മൊട്ടച്ചൊക്കെ ടീന, അവിടെ ആയിരിക്കും ചിലപ്പോ. ആ മുടിയില്ലാത്ത കൊച്ചാ? അവക്കേ മുടിയില്ല, പിന്നെ എങ്ങനെയടി ആ മുടി പറന്ന് അവളെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോവും? അതൊക്കെ പോവും, അമ്മാവൻ അറിയാത്തോണ്ടാ. അല്ല പിന്നെ, അല്ലെങ്കിൽ അവള് വരുമ്പോ ചോദിച്ചു നോക്ക്. മോളെ വാ. എടി മോളെ, നീയാണ് ഈ മുടിയൊക്കെ ചീകിട്ടെ ആ മുടിയെടുത്ത് ജനൽ വഴി പുറത്തേക്ക് ഇടുന്നേ? അതിന് എനിക്ക് വിടാൻ മുടി പിന്നെ പൊഴിയുന്ന എങ്ങനാ? ഇവളായിരിക്കും, ഇവളെ മുടി ചീക്കിട്ട് ജനലിൽ കൂടെ കളഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഇതിന്റെ പേരിലൂടെ വഴക്കൊന്നും കൂടണ്ട.
ഞാൻ ഉള്ളതാ അങ്ങളെ പറഞ്ഞത്. ഇവള് കുളിച്ചിറങ്ങുമ്പോഴേ അങ്ങളെ ബാത്റൂമിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിറയെ മുടിയായിരിക്കും. പിന്നെ അങ്ങനെ അതല്ലേ പണി, ബാത്റൂമിൽ വന്ന് ചെക്ക് ചെയ്തത്. പെണ്ണുമ്പോളെ ഈ പെണ്ണുമ്പോളെ പറഞ്ഞത് കള്ളത്തരം അമ്മാവാ. പൊന്നു മോളെ ഒന്ന് മര്യാദയ്ക്ക് ഇതിന് കിടന്ന് വഴക്കൂടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പൊന്നു മോളെ മുടി കൊഴിച്ചൊരു തെറ്റല്ല, അതൊരു രോഗമാണ്. അതിനുള്ള മരുന്ന് ചെയ്താൽ അത് മാറിക്കോളും. എന്ത് മരുന്ന് അമ്മാവാ? അതെ, അങ്ങളെ നെല്ലിക്കത്തളം വെച്ചാൽ മതി. ഒന്നും മര്യാദയ്ക്ക് വരും മോളെ. എടി, അതിനുള്ള മരുന്ന് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. അതെടുത്ത് കുറച്ച് എണ്ണയൊക്കെ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും മാറി നന്നായി തഴച്ച് വളരുകയും ചെയ്യും. ആ, അങ്ങനെ തേച്ചതാണ് അമ്മാവന്റെ മുടി ഇത്ര പോളിഷ് ചെയ്തിരിക്കുന്നത്. നീ കളിയാക്കല്ലേ, നല്ലൊരു കാര്യം വന്ന് പറയുമ്പോൾ കളിയാക്കാൻ നിൽക്കല്ലേ. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് മോളെ. നിനക്കിപ്പോ എണ്ണ വേണോ? ഓ അമ്മാവ എണ്ണ വേണം. പിന്നെ മര്യാദ ഇരി, ഓ എല്ലാത്തിനും കളിയാക്കിക്കോളും. ഇവിടെ കിടന്ന് വഴക്ക് കൂടല്ലേ. ഈ പെണ്ണുമ്പോഴെ എടുത്ത് പറ. നീ പതുക്കെ മോളെ, വഴക്ക് കൂടാതിരിക്കും മോളെ. ശരി അമ്മാവ, ശരി. ഓ, അമ്മാവൻ പറഞ്ഞോണ്ട് മാത്രം തന്നെ വെറുതെ വിട്ടേക്കുന്നത് കേട്ടോടി. ഓ, അല്ലെങ്കിൽ നീ എന്നെ ഒലത്തിയാനെ. കാണാൻ കറിപ്പോലും മുന്നീന്ന് കൂടി അന്നതോ പിശാശി. ഏത് സമയത്താണ് ഈ റൂബി കൊണ്ട് അമ്മാവനെ കൊണ്ട് ഇരുത്താൻ തോന്നിയത്? നീ ഒരു പ്രാന്തനെ പോലെ സഞ്ചരിക്കുന്ന പറഞ്ഞാൽ അത് ജില്ലാണ് ഇത്. ഇല്ലേ സ്ഥലം എന്തൊരു സ്ഥലമല്ല, വാഴപ്പണം. വാഴപ്പണയിൽ എന്തൊരു? നിനക്ക് ലൈൻ സെറ്റ് ആക്കണമെന്നല്ലേ പറഞ്ഞു. നിന്റെ അവന്തി നിനക്ക് സെറ്റാക്കി തരണ്ടേ? അത് വാഴപ്പണയിലാണ് ഇരിക്കുന്നത്. ആര്? ആവന്തി. എടാ ആവന്തിയാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന്തി എന്നാണ് കേട്ടോ ഉള്ള പേര്. ആവന്തി, എന്തിനാ ആവന്തി? എടാ അവിടെ സെറ്റ് ആക്കണമെങ്കിൽ ചാരുവിനെ കാണണം. ചാരു വിടുന്നത് വാഴപ്പണയിലാണ്. ചെറുക്ക, നീ ഫിറ്റാണോ ഫിറ്റായിട്ട് അഭിനയിക്കണേണോ? എന്റെ പൊന്നാളെ, എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പച്ച മനുഷ്യനാണ്. പച്ച മനുഷ്യൻ, നീ ഹൾക്ക അല്ലടാ ബൾക്ക്. കണ്ടിട്ട് വായിക്കാം. ഇത്തനാണ് പാളയം കൂടെ നാണയത്. മൂവാണ്ട് പവി, എന്താ നീ എന്നെ വിളിച്ച? ഇവനെന്താ പറ്റിയ സംഭവം? ഒരു ബിയർ അടിച്ച്. എന്ത്? ഒരു ബിയർ അടിച്ച്. കണ്ടിട്ട് ഒരു ബിയറായിട്ടല്ലല്ലോ തോന്നുന്നു, മൂക്കറ്റടിച്ച് പറ്റിയ പോലെ ഉണ്ടല്ലോ. ആണല്ലേ, എനിക്കും തോന്നി അങ്ങനെ. ചെറുക്കന്മാരൊക്കെ എന്താ ഇങ്ങനെ എന്നെ കണ്ട് പരിയടാ. അവൻ ചോദിച്ചു, പക്ഷെ കൊടുത്തില്ല. നീ ആയിരിക്കുമല്ലോ അവനെ കുടിപ്പിച്ചത്. ഞാൻ കുടിപ്പിച്ചൊന്നുമില്ല. അണ്ണിപ്പൊളിയിൽ വരും. ഞാൻ കണ്ണുള്ളി വന്നാലും ഞാൻ അങ്ങനെ കുടിപ്പിക്കും. ഞാനല്ല, എന്റെ ഫ്രണ്ട് അവന്തി തന്നെ. അവന്തി കുടിപ്പിച്ചു? തുമാരാ ഫ്രണ്ട് അവന്തി ഉദറേ. അവന്തി എന്ത് ചെയ്ത്? അവന്തി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ടാണ് അവൻ കുടിച്ചത് ബിയർ. ഭയങ്കര വിഷമാണ് ചെറുക്കന്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയണേ, ലവ് ഇസ് സോ ഹൊറിബിൾ. അങ്ങനെ പറയുന്നത് അത് അങ്ങനത്തെ ഒരു വർത്താനം ലവ് ഈസ് ഡിവൈൻ. നമ്മളെ കണ്ടുപിടിക്കും. ഇതിന്റെ ഇടയ്ക്ക് നീ പുട്ടുവച്ചവടം നടത്തല്ലേ? വന്ന കാര്യം എന്താന്ന് പറ. വന്ന കാര്യം വേറെ ഒന്നുമില്ല. നീ ഒന്ന് അടങ്ങിയില്ല, ഞാനൊരു കാര്യം പറയട്ടോ. സമാനം വന്ന കാര്യം വേറെ ഒന്നുമില്ല. മണിച്ചിത്രത്തായിട്ട് പൂട്ടിയ അവന്തിയുടെ മനസ്സിന്റെ വാതിൽ നീ എനിക്ക് തുറക്കാൻ സഹായിച്ചാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ഇങ്ങനെ മനസ്സിൽ കയറി ഇങ്ങനെ നിൽക്കണം. എന്തൊരവസ്ഥയാടാ ഇത്. ശരിയാക്കണോ വേണ്ടയോ? വേണം. അവന്തിയുടെ മനസ്സിലേക്ക് ഇവനെ ഞാൻ എങ്ങനെ കയറ്റാനാ? അതല്ല ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയി ഇങ്ങനെ ഞാൻ കയറിക്കോളാം. എടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. അല്ല, ഐഡിയ എന്ന് പറഞ്ഞാൽ നീ കണ്ടുപിടിക്കേണ്ടി വരും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ എന്ന് പറഞ്ഞുകൂടാ. നീ അതിനൊരു ഐഡിയ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും കയറ്റണം. അല്ല, ഇതിന് ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോണ പോ. ചുമ്മാ ഭാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേ? എന്നാ പറ. മിണ്ടായി. എന്താടാ ഈ നമുക്ക് ഈ സാമൂഹിക സേവനം എന്ന് പറഞ്ഞ സാധനമില്ലേ, മനസ്സിലായ? ഇൻ കേസ് ഇവ ഇനി അവന്തിയെ കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് റോഡിൽ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് അത് വലിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വലിയ വിഷയമായിട്ട് വരില്ലേ? അതാണ് ഞാൻ പറഞ്ഞ സമൂഹ സേവനം എന്നുള്ള സംഭവം. എടാ, ഇതും അതുമായിട്ട് എന്തുവാടാ ബന്ധം? ഇതെങ്ങനെ ഒരു സാമൂഹ്യ സേവനമാവുന്നത്? ഈ സാമൂഹിക സേവനം എന്ന് പറഞ്ഞാലേ, ചെറുക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എത്തേണ്ട ഒരാളാണ്. അപ്പം നാളെ ഒരു സമയത്ത് വെള്ളം അടിച്ചിട്ട് ഈ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ചുമ്മാ നടന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിനൊരു വലിയ പ്രശ്നമായിട്ട് വരും. ഏത്? അതുമല്ലേ ഈ വഴി കൂടെ ഒക്കെ ഇറങ്ങി നടക്കുമ്പം ഏതെങ്കിലും പെണ്ണെ കയറി പിടിച്ചാലോ ചാൻസ് ഉണ്ട്.
കാര്യം പറഞ്ഞ് തീർത്തില്ല അവിടെ സോ യു ഹാവ് ടു ട്രൈ ദിസ് ട്രൈ ചെയ്യണം മനസ്സിലായല്ലോ അത് മനസ്സിലായി അത് ചെയ്യണം വെച്ചിട്ടുണ്ടല്ലോ ചെറുതായിട്ട് ഞാൻ അടിച്ചിട്ടില്ല നിനക്കെന്താണ് കുറെ നേരമായല്ലോടാ എന്ത് എന്ത് പിടിച്ചോളൂ. എനിക്കോ അവക്ക് കൊടുക്കണം. എന്റെ മനസ്സാണ്. കൊടുത്തേക്കാം. പറയണം. ഏറ്റെടാ. ശ്യാമേട്ടൻ. ശ്യാമേട്ടൻ ഒന്ന് കൊതുക. നിന്റെ അമ്മാവേ ഞാൻ വേറെ കാര്യം പറയാം. ഹായ് എന്ത് രസമുള്ള ഹെയർ സ്റ്റൈൽസ്. അമ്മാവൻ കൊണ്ടുവരുന്ന എണ്ണ തേച്ചിട്ട് മുടി വളർന്നിട്ട് വേണം ഇതുപോലുള്ള അടിപൊളി ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാൻ. പിന്നെ മുടി വെട്ടി കളയാമല്ലോ. ഇത് കൊള്ളാം. സേവ് വെച്ചേക്കാം. അവന്തി നീ എന്താ അമ്മ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത? എനിക്ക് അമ്മയോടൊന്നും സംസാരിക്കില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണോ? ചുമ്മാ പറയല്ലേ അവന്തി. വേറെന്തുവാ? വേറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ. അച്ഛൻ ഇന്നലത്തെ നിന്റെ കല്യാണക്കാരൻ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ കോൾ എടുക്കാത്ത? നിനക്ക് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ 3-4 പ്രാവശ്യം എന്നെ വിളിക്കുമ്പം ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും എനിക്ക് ഈ പ്രപ്പോസലിനോട് താല്പര്യമില്ലെന്ന്. അത്രേ ഉള്ളൂ. എടി മുടി. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം സീരിയസ് ആയി പറയട്ടെ. എന്തിരി കാര്യം? നമ്മുടെ ആ ശ്യാമിന്റെ പ്രപ്പോസല് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ലതാണെങ്കിൽ ചാരു നീ തന്നെ അവനെ കെട്ടിക്കോ. തീർന്നല്ലേ പ്രശ്നം. ഞാൻ എന്തിനാ അവനെ കിട്ടുന്നേ? പിന്നെ ഞാൻ എന്താ അവനെ കിട്ടുന്നത്? എടി അവൻ നല്ലൊരു പയ്യനാന്നാ തോന്നുന്നത്. അന്ന് അവൻ അത്ര നല്ല പയ്യനൊന്നും അല്ല. എടി അവനൊരു പെണ്ണ് പിടിയനാ. ഇതേ നല്ല ചെറുക്കനെ പറ്റി വൃത്തിയോട് പറയാണ്ടിരിക്കും. നല്ല ചെറുക്ക. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ത് വേറെ പെണ്ണുങ്ങളെ കയറി കെട്ടിപ്പിടിക്കുന്നത്. ഏത് പെണ്ണിനെ കയറി? അന്ന് ഇവിടെ വന്നില്ലേ ഒരു മുംതാസ്, ഒരു ഇളക്കക്കാരി. അവളെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുവരെ എനിക്ക് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടതോടെ ആ ഇഷ്ടം മൊത്തം വെറുപ്പായി തീർന്നു. വൃത്തികെട്ടവൻ. എന്റെ പൊന്നവന്തി, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അന്ന് ഇവിടെ വന്നത് മുംതാസ് അല്ല. മുംതാസ് അല്ലേ? പിന്നെ ആരത്? അത് മോളെ എണ്ണ റെഡി. ഇതേ നന്നായിട്ട് തലയോട്ട് തേച്ചിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാവും. ഇത് എന്തുണ്ടമ്മാവ? മുടി വളരാനുള്ളത്. ഓഹോ, ഇതൊക്കെ നേരത്തെ അറിയാമെന്നെങ്കിൽ സ്വന്തം തലയിൽ അങ്ങ് തേച്ചുകൂടായിരുന്ന ഒരു 10 മുടി കിളുക്കുമായിരുന്നല്ല. ഇത് പാരമ്പര്യമാണ് മോളെ, എന്ത് തേച്ചിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ മോളെ ആ സോന വിളിക്കുന്നു കൊച്ചിനെ കുളിപ്പിക്കാൻ എന്തോ പറയാനായിട്ട്. ബാ എനിക്ക് പണിയുണ്ട്. അമ്മാവനെ കൊണ്ട് ആദ്യം ഒരു ഉപകാരം ഉണ്ടായി. നല്ല കാച്ചിയ വെളിച്ചെണ്ണയുടെ മണം. ഇഴി തേച്ച് മുടി വളർന്നിട്ട് വേണം എനിക്കൊരു വിലസാൻ. ഇപ്പം തന്നെ തേച്ചേക്കാം. അതെ, നിങ്ങളാ മാഡം ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകുന്നുണ്ടല്ലോ, അവരെങ്ങോട്ട് പോകുന്നത്? മേഡം ക്ലാസ് എടുക്കാൻ പോകുന്നതാ. ഏത് ചായക്കടയിൽ? ചായക്കടയിലൊന്നുമല്ല, ആയമ്മയുടെ ക്ലാസ് എടുക്കാൻ പോകുന്നതാ. ഓ, അത് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താ? നിങ്ങളുടെ 10 പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മുതലാവും? അതൊക്കെ ഒരു സർവീസ് അല്ലേ? അല്ല, എന്ത് സർവീസ് ആയിരുന്നാലും ലാഭമില്ലാത്ത കച്ചവടമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മുതലാവും? അതൊക്കെ മേഡത്തിനെ അറിയാവൂ. ഓ ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താ ചോദിക്ക്.
നിങ്ങളും പപ്പി മോളുമായിട്ട് എന്താണ് ബന്ധം? എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. എന്താ മോളെ? എടി എന്താ? എടി മോളെ, എടി എന്ത് പറ്റി? നോക്കമ്മാവാ. മോളെ മുടിക്ക് എന്ത് പറ്റി? മുടിക്ക് എന്ത് പറ്റിയെന്നോ? പന്ന പരട്ട കളവാ. ഒരു കുന്തം ഉണ്ടാക്കാൻ അറിയാതെ എന്തോ എണ്ണ കൊണ്ട് തന്ന് തേച്ച മുടി വേണമെന്ന് പറഞ്ഞിട്ട് അത് തേച്ച് കുളിച്ചെറിയുമ്പോൾ അവസ്ഥ എങ്ങനെയാ? അല്ല മോളെ, എനിക്കറിയാം. ഞാൻ കറക്റ്റായിട്ടാണ് എല്ലാം ഇട്ടത്. എന്ത് correct ആയിട്ടെന്ന്? കൈ തോന്നി, കീഴാനെല്ലി, എണ്ണ, ഇതൊക്കെ കറക്റ്റ് അളവിനായിരുന്നു. എനിക്കൊരു കുന്തം കേൾക്കണ്ട. മര്യാദയ്ക്ക് എന്റെ മുടി ശരിയാക്കി തന്നോ? എനിക്കതിനെ ഇങ്ങനെ മുടി വീണ്ടും ശരിയാക്കാൻ അറിഞ്ഞൂടാ മോളെ. പിന്നെ നിനക്ക് എന്ത് പണ്ടാരാണ് ഉണ്ടാക്കാൻ അറിയാവുന്നത്? ചാരും മരിക്കുന്ന മുടി ശരിയാക്കി തരാൻ പറയുന്നവരോട്. അതിപ്പോ എന്റെ അളവെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെ? തന്റെ അളവ് തന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ മുടി ശരിയാക്കി തരാം. ഇല്ല, അയ്യോ